ഈയിടെയായിട്ട് കുറച്ച് ചളിയടി കൂടുന്നുണ്ട്. ഇത് ശരിയാണോ അതോ ഉണ്ടെങ്കിൽ ചിരിക്കാണോ? എന്താണ് ഒരു കോമഡി? എന്നോട് കൂടെ പറ. ഓ, പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും പറയുന്നേ, എനിക്കും ചിരിക്കാനാ. ചിരിക്കാനാണെങ്കിൽ ഞാൻ കിക്ലിയാക്കി തരാം. ചിരിച്ചോ? ഞാൻ പറഞ്ഞില്ലേ ഡേ ഫുള്ള് ചളിയാ. അല്ല ചേച്ചി കുറെ നേരിട്ട് എന്താ ചവയ്ക്കുന്നേ? എന്താ അത്, റബ്ബറോ? റബ്ബറല്ല, ചുയിങ്കം, മെയ്ഡ് ഇൻ ജർമ്മനി. ജർമ്മനിയോ? എന്റെ ഫ്രണ്ടിന്റെ മാമൻ വന്നപ്പോ കൊണ്ടുവന്നതാ. നിനക്ക് വേണോ? കിട്ടിയാ കൊള്ളാം. എന്നാ എടുത്തോ. ഇതെങ്ങനെ തുറക്കുക? ഇവിടെ പിടിച്ച് ഇങ്ങനെ വലിച്ചാ മതി. ിയാക്കാൻ തന്നെ ചിരിക്കാൻ എനിക്ക് അറിയാം. പ്രാങ്ക് ആയിരുന്നു ദിയ മോളെ, പേടിച്ചു പോയല്ലേ? ചെറുതായിട്ട്. നമുക്കൊരു പ്രാങ്ക് തിരിച്ചു കൊടുക്കണല്ലോ നിക്കി. പിന്നെന്താ, കൊടുക്കാം. ഈ നിക്കി റെഡി. എന്ത് പ്രാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞാ മതി. എന്തായാലും കുഴപ്പമില്ല. ചേച്ചി ഇതിനേക്കാളും പേടിക്കണം. പേടിച്ച് മുള്ളണം. മുള്ളണമെങ്കിൽ പ്രേതത്തിന്റെ പ്രാങ്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, എന്നാലേ മുള്ളുള്ളൂ. ദിയ മോളെ, പ്രേതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ ഒരു പഴയ കാറ്റ്കസ് ടോയ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അന്ന് മാമൻ ഗിഫ്റ്റ് തന്നത്. അതല്ലേ അന്നമ്മ ഗോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കത്തിച്ചത്? അല്ലല്ല, അത് വേറെ ടോയ് അല്ലേ കത്തിച്ചത്. മാമ തന്നത് അന്ന് മുകളിൽ അലമാരയിലല്ലായിരുന്നു. ആ, അതിപ്പോ എവിടെയാ? അറിയില്ല, നമുക്ക് അമ്മേനോട് ചോദിക്കാം. മാമൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവുമല്ലോ. അത് വേണ്ട, അമ്മ അറിഞ്ഞാ ചേച്ചി അറിയും. അതുകൊണ്ട് നമുക്ക് നേരിട്ട് അർജുൻ മാമനോട് തന്നെ ചോദിക്കാം. ഹലോ. ആ ഹലോ മാമ, ഞാനാ ദിയ. ആ, എന്താ മോളെ? മാമ, പണ്ട് എനിക്കൊരു കാറ്റ്കസ് ടോയ് വാങ്ങി തന്നില്ലേ എൻ്റെ ബർത്ത്ഡേക്ക്? അത് അതൊന്നും മാമൻ എവിടെയാ വെച്ചത് എന്ന് ഓർക്കുന്നുണ്ടോ? അതൊന്ന് വേണ്ടാന്ന് ഉണ്ണിമോള് പറഞ്ഞപ്പോൾ നമ്മളെ പുറകിലെ ഓപ്പൺ ടെറസ് ഇല്ലേ, അവിടെ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. പെട്ടിയിലോ? അതിപ്പോഴും അവിടെ ഉണ്ടാവോ? അതറിയില്ല, ചിലപ്പോൾ ചേത്തല പിടിച്ച് കാണും. നീ എന്തായാലും പോയി നോക്ക്. എന്തായാലും ബാറ്ററി ഒക്കെ തീർന്നു കാണും. ആ, ഓക്കെ. ആ, ഓക്കെ. അല്ല, എന്തിനാപ്പോ? എന്തായി, വെച്ച സ്ഥലം കിട്ടിയോ? കിട്ടിയില്ല. മാമൻ മുകളില് ഓപ്പൺ ടെറസിൽ ഒരു പെട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാ അവിടെ തന്നെ കാണും. വേറെ എവിടെ പോവാൻ? നമുക്ക് പോയിട്ട് എടുക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം, ഒരു പ്രാങ്ക് പ്ലാൻ. പ്ലാൻ സിമ്പിൾ ആണ്. ഓക്കെ. നമ്മൾ ആദ്യം ആ കാറ്റ്കസ് എടുക്കുന്നു, ബാറ്ററി മാറ്റുന്നു, അത് സെറ്റ് ആക്കി അലമാരിന്റെ അകത്ത് വെക്കുന്നു. ഡോറ് തുറക്കുന്നതിന് മുന്നേ ചേച്ചിനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കുന്നു. ഡോറ് തുറക്കുന്ന ചേച്ചി കാറ്റ്കസ് സംസാരിക്കാനാണ്ട് പേടിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, സെറ്റ് സെറ്റ്. കാറ്റ്കസ് പഴയൊരു ഗോസ്റ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി എഫക്റ്റീവ് ആവും. യെസ്. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1, കാറ്റ്കസ് എടുക്കൽ. ചേച്ചി കാണാതിരുന്നാ മതിയായിരുന്നു. ചേച്ചി ബാത്റൂമില, ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കെല്ലാം സെറ്റാക്കാം. ഇവിടെ തന്നെയാണെന്ന് ഉറപ്പല്ലേ? അങ്ങനെയല്ലേ അർജുൻ മാമൻ പറഞ്ഞത്. നോക്കാം.
എനിക്ക് ഈ സാധനം കിട്ടി. കിട്ടിയോ? ആ എന്നാ വാ. ഇത് വർക്കാവോ? കണ്ടിട്ട് കേട് വന്ന പോലുണ്ട്. ഇതിനൊരു കുഴപ്പമില്ല. ഇതിന്റെ ബാറ്ററി മാറ്റി ക്ലീൻ ആക്കിയാൽ സെറ്റ് ആവും. ഓക്കെ, എന്നാ നമുക്ക് ആദ്യം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ബാറ്ററി മാറ്റാം. മോളെ, ആരോ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. സാധനം മാറ്റിക്കോ വേഗം. എന്താ ഇവിടെ രണ്ടുപേർക്കും പരിപാടി? ചെടിയൊക്കെ ആകെ വാടിപ്പോയി. ഇതിന് വളം ഇടണം. അതെ, ജൈവവളം. വാടിയെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താ പോരെ? എന്തിനാ വളം ഇടണത്? എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. കടന്നല്. നിങ്ങളോട് അമ്മ താഴത്തോട്ട് ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ വന്നോളാം. അതെ, ചേച്ചി പൊക്കോ. വേഗം വാ. ഇപ്പൊ തീർന്നേനെ പ്രാങ്കും ക്രീങ്കും എല്ലാം. അപ്പൊ അടുത്തെന്താ? ഇനി ഇതിനൊരു ബാറ്ററി ഇടണം. അതിന് എവിടുന്ന് വാങ്ങും? ആര് വാങ്ങും? വാങ്ങേണ്ട ആവശ്യമില്ല. സ്റ്റോർ റൂമിൽ സ്റ്റോക്ക് ഉണ്ട്. പപ്പ വാങ്ങി വെച്ചതാ. ആ, എന്നാ നമുക്ക് താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാറ്ററി എടുത്തോണ്ട് വരാം. ഓക്കെ, എന്നാ ഇത് ഇവിടെ ഇരിക്കട്ടെ അല്ലേ? ഇവിടെ വെക്കണ്ട, എവിടെയും ഒളിച്ചു വെച്ചാ മതി. ആ, എന്നാ ഒളിപ്പിച്ചേക്കാം. ചേച്ചിയൊക്കെ വന്നാ നോക്കി കാണാത്ത എവിടെയും വെക്കേ. അതല്ല, എപ്പോഴാ എന്നിട്ട് പ്രാങ്ക് കൊടുക്കുന്നേ? രാത്രിയാണ് പ്രാങ്കിന്റെ ബെസ്റ്റ് ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ രാത്രി വരുന്നു, ബാറ്ററി മാറ്റുന്നു, ചേച്ചിയെ പേടിപ്പിച്ച് മുള്ളിക്കുന്നു. യെസ്. ഇനി മേലാൽ ചേച്ചി ആരെയും പ്രാങ്ക് കൊടുത്ത് പേടിപ്പിക്കരുത്. ബാറ്ററി കിട്ടിയോ? ആ, കിട്ടി. ഇതെന്താ വെറുതെ ചിരിക്കുന്നത്? ചിലപ്പോ ഇത് ഓണാവണ സൗണ്ട് ആയിരിക്കും. ആണോ? എന്നാ ഒന്നും കൂടെ ഒന്ന് ഓഫാക്കി ഓണാക്കി നോക്കിക്കേ. ആഹാ, ഇത് ഓണാക്കുമ്പോഴുള്ള ശബ്ദം തന്നെയാ, പേടിക്കുന്നത്. ചേച്ചി അമ്മയും റൂമിലാ. ഈ ഗ്യാപ്പില് ചേച്ചീന്റെ അലമാരിയിൽ ഇതിനെ വെക്കാം. ആ, പിന്നെന്ത് താമസം? വാ, വേഗം പോവുക, സമയം കളയണ്ട. അതെ, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്ക്, വർക്കിംഗ് ആണോന്ന് അറിയണ്ടേ. ഹലോ കാറ്റ്കസ്, ഹൗ ആർ യു? പെർഫെക്റ്റ്, വർക്കിംഗ് ആണ്. ഓക്കെ, എന്താ എന്താ നോക്കുന്നേ? അല്ല,
നമ്മൾ പറയണ്ടല്ലേ കാറ്റ്കസ് തിരിച്ചു പറയേണ്ടത്? അതെ അതെന്നല്ലേ പറഞ്ഞേ. ഹേയ് അല്ലല്ല, വേറെന്തോ ആണ് പറഞ്ഞത്. പിന്നെ വേറെന്തോ ഞാൻ കേട്ടതല്ലേ. ആണോ? ആ ഞാൻ കേട്ടതാ. മോള് വന്നേ, നീ ചേച്ചി വന്ന് കണ്ട് ഡൗട്ട് അടിക്കണ്ട. വാ ഞാൻ പോവാ. ആ, എന്തെങ്കിലും ആവട്ടെ.